തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്നും കേരളത്തെ ഒന്നടങ്കം നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. നാലാഞ്ചിറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണന്തല സ്വദേശിനി 36-കാരിയായ ഹസീനയെ ഭർത്താവ് സുരേഷ് അതിനിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. ബുധനാഴ്ച പുലർച്ചെ 5:30-യോടെയാണ് നാടിന് നടുക്കിയ ഈ ചോരക്കളി അരങ്ങേറുന്നത്. കൊലപാതകം നടത്തിയ ഉടൻ തന്നെ പ്രതിയായ സുരേഷ് സംഭവ സ്ഥലത്തു നിന്നും സ്വന്തം കാറിൽ കയറി അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നിലവിൽ പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും അതിന്റെ കൃത്യമായ മോഡസ് ഓപ്പറാണ്ടിയും പരിശോധിക്കുമ്പോൾ തികച്ചും ആസൂത്രിതവും ക്രൂരവുമായ ഒരു കുറ്റകൃത്യത്തിന്റെ ചിത്രമാണ് വ്യക്തമാകുന്നത്. ഇലക്ട്രീഷ്യനായ സുരേഷിന് ഭാര്യ ഹസീനയെ കുറിച്ച് കടുത്ത സംശയമുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരം. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുകൾ പതിവായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇവരുടെ വീട്ടിൽ കടുത്ത തർക്കമുണ്ടാകുകയും വിഷയം ഒടുവിൽ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് ഇടപെട്ട് ഇരുഭാഗവും സംസാരിച്ച് അനുനയിപ്പിച്ചാണ് ഇവരെ തിരികെ വീട്ടിലേക്ക് അയച്ചത്. എന്നാൽ ബുധനാഴ്ച രാവിലെ വീണ്ടും തർക്കം രൂക്ഷമാകുകയും സുരേഷ് കത്തിയെടുത്ത് ഹസീനയുടെ കഴുത്ത് അറുക്കുകയുമായിരുന്നു. ക്രൂരതയ്ക്ക് ശേഷം ചോര പുരണ്ട കത്തി ശുചിമുറിയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയായി വെച്ച ശേഷമാണ് പ്രതി കാറിൽ രക്ഷപ്പെട്ടത്. ഈ അതിക്രമം സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതം അതീവ ഗുരുതരമാണ്. 7 പേരടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന ആ വാടക വീട്ടിൽ വെച്ച് സ്വന്തം മക്കളുടെ കൺമുന്നിലിട്ടാണ് പ്രതി ഈ ക്രൂരത നടപ്പാക്കിയത് എന്നത് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന കാര്യമാണ്. കുടുംബ ബന്ധങ്ങളിലെ അവിശ്വാസവും സംശയരോഗവും എത്രത്തോളം മാരകമായ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വവും കുട്ടികളുടെ മാനസികാവസ്ഥയും പൂർണ്ണമായി തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ പൊതുസമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നിലവിൽ മണ്ണന്തല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊലപാതക കുറ്റത്തിന് ഇന്ത്യൻ ന്യായ സംഹിതയിലെ ശക്തമായ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒളിവിൽ പോയ വട്ടിയൂർക്കാവ് സ്വദേശിയായ പ്രതി സുരേഷിനെ കണ്ടെത്താൻ റെയിൽവേ സ്റ്റേഷനുകളിലും ജില്ലാ അതിർത്തികളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കുടുംബത്തിനുള്ളിലെ ഇത്തരം കടുത്ത തർക്കങ്ങളും മാനസിക അസ്വാരസ്യങ്ങളും വെറും ഒരു വാക്കേറ്റമായി തള്ളിക്കളയാതെ കൃത്യമായ കൗൺസിലിങ്ങിനോ നിയമപരമായ സഹായങ്ങൾക്കോ വിധേയമാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടുകയും ഒരു കുടുംബം തെരുവിലാവുകയും ചെയ്ത ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ പശ്ചാത്തലം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ നിയമപരമായ വശങ്ങളെക്കുറിച്ചും അന്വേഷണ പുരോഗതിയെക്കുറിച്ചും കൃത്യമായി അറിയാൻ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പൂർണ്ണമായി കാണുകയും ഈ സുപ്രധാന വിവരങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ ബ്രോഡ്കാസ്റ്റ് ഇപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.